Hello everyone, this is the last part of module 4. സോ ഈ പാർട്ടിൽ നമ്മൾ ട്രേഡിങ്ങിന്റെ പല ബേസിക് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് പീരീഡിലേക്ക് ചെയ്യുന്നതാണ് ട്രേഡിംഗ്, കുറച്ച് ലോങ് പീരീഡിലേക്ക് ട്രേഡ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക? കുറച്ച് കാലത്തേക്ക് പൈസ ഇട്ടാൽ അത് ട്രേഡിങ്ങും, ഒരുപാട് കാലത്തേക്കാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റും. അത് പൈസ ഇടുന്ന പ്രോസസ് ഒക്കെ ഒരുപോലെയാണ്. സോ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസിന്റെ പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം. ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ എങ്ങനെ എടുക്കും? ബാങ്കിൽ പൈസ ഇടുമ്പം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട പോലെ ഷെയർ മാർക്കറ്റിൽ പൈസ ഇടുന്ന സമയത്ത് ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് ആണ് ഡിമാറ്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് എ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. ഡിമെറ്റീരിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് വേയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഹോൾഡ്സ് യുവർ സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന്റെ അടുത്താണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ബ്രോക്കേഴ്സ് ആവാം, ബാങ്കേഴ്സ് ആവാം. ഫോർ എക്സാമ്പിൾ ജിയോജിത്ത്, സെറോദ, ഏഞ്ചൽ, ഇങ്ങനത്തെ ഒക്കെ ബ്രോക്കേഴ്സിന്റെ അടുത്ത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ആണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഗ്രൂപ്പിൽ ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ എടുത്ത് ഒരു അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ പ്ലേസ് ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര സെക്യൂരിറ്റി നമുക്ക് വാങ്ങണം, എത്ര വിൽക്കണം, അങ്ങനെ തുടങ്ങിയത്. ഇത് ഇവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ജിയോജിത്തിന്റെ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സ്മൈൽ എന്ന് പറഞ്ഞ ആപ്പ്. ജെറോദാന്റെ ആപ്പിന്റെ പേരാണ് കൈറ്റ്. ഏഞ്ചലിന്റെ ആപ്പിന്റെ പേരാണ് ഏഞ്ചൽ വൺ. ഇവരുടെ നമ്മൾ ഏത് ബ്രോക്കിംഗ് ഫേമിലാണോ അക്കൗണ്ട് എടുത്തത് ആ ബ്രോക്കിംഗ് ഫേമിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ പ്ലേസ് ചെയ്യാം. ഓർഡർ ബേസിക്കലി രണ്ട് ടൈപ്പ് ഓർഡർ ആണല്ലോ, മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡേഴ്സും. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റിൽ എത്ര പൈസയാണുള്ളത് ആ പൈസക്ക് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ലിമിറ്റ് ഓർഡറിൽ നമ്മൾ പൈസ കൊടുക്കും. നമുക്ക് പൈസ ഒരു 120 ആകുമ്പോൾ വാങ്ങണമെങ്കിൽ 120 എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് ആ പൈസ ആകുമ്പോൾ വാങ്ങുന്നതാണ് ലിമിറ്റ് ഓർഡേഴ്സ്. പിന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ എന്താവും? എക്സിക്യൂട്ട് ചെയ്യും. അതായത് ബൈ ചെയ്യണമെങ്കിൽ ബൈയും സെൽ ചെയ്യണമെങ്കിൽ സെല്ലും. പിന്നെ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്രോസസ് ആണ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ്. അതായത് നമ്മൾ ട്രേഡ് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എന്ത് വരും? പൈസക്ക് പകരം ഷെയർസ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ് ഡെബിറ്റ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവും, ക്യാഷ് പോവും. എന്നിട്ട് എന്ത് ക്രെഡിറ്റ് ആവും? ഷെയർസ് അല്ലെങ്കിൽ ബോണ്ടൊക്കെ ക്രെഡിറ്റ് ആവും. അതാണ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാട്ട് ക്ലിയറിംഗ് കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ T+0 സെറ്റിൽമെന്റ്. T+0 എന്ന് പറഞ്ഞാൽ 0 ഡേയ്സ് ആണ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പണ്ട് 2 ദിവസവും 3 ദിവസവും ഒക്കെ എടുക്കരുത്. ഇപ്പൊ T+0 ആണ്. ഡെപ്പോസിറ്ററീസ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പ്രോസസ് ആണ് ഡെലിവറി ആൻഡ് പേയ്മെന്റ്. ആക്ച്വലി ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഷെയർ എന്താവും? ഷെയർ ക്രെഡിറ്റ് ആവും ചെയ്യും. പിന്നെ നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. നേരെ മറിച്ച് ഷെയർ ഡെബിറ്റ് ആവും. നേരെ മറിച്ച് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? നമുക്ക് എന്താണ് കിട്ടുന്നത്? കിട്ടുന്നതൊക്കെ ക്രെഡിറ്റ് ആവും. നമുക്ക് കിട്ടുന്നത് ഷെയർ ആണ്. നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഷെയർ ക്രെഡിറ്റ് ആവും. പോകുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആണ്. നേരെ മറിച്ച് നമ്മൾ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആവും പൈസ. എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആവുക? വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഷെയർസ് ഡെബിറ്റ് ആവും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ പ്രോസസ് ഓഫ് ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി. ട്രേഡ് ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ട് നമുക്ക് എന്ത് വേണം? ഡിമാറ്റ് അക്കൗണ്ട് വേണം. പിന്നെ ആ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക. ഓർഡർ എക്സിക്യൂട്ട് ആവും, ക്ലിയറിംഗ് നടക്കും, ഡെലിവറി ആൻഡ് പേയ്മെന്റും ലാസ്റ്റ് നടക്കും. അതെങ്ങനെയാന്നുള്ളത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ സെറോദയ ആപ്പിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിട്ട് ഓപ്പൺ ചെയ്യണം. എന്തിനാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ. നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ നോളേജും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഏഞ്ചൽ വണ്ണിന്റെ ലിങ്ക് ആണ് തന്നത്. നിങ്ങൾക്ക് ഏത് ബ്രോക്കേഴ്സിന്റെ കൂടി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, ഏഞ്ചൽ, സെറോദ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നോക്കുക. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫീസ്, സർവീസ് ഒക്കെ നല്ലതാണോ കാര്യങ്ങൾ നോക്കണം. പിന്നെ നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ,
ഞാൻ ആ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ ഫോം, അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പാൻ നമ്പർ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അഡ്രസ് പ്രൂഫ് ഒക്കെ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞാൽ അവർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നോക്കും. യൂഷ്വലി ആധാർ വെരിഫിക്കേഷൻ ആയിരിക്കും. നമുക്ക് ആധാറായിട്ട് രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് OTP, പിന്നെ ചില കേസിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ, ഈ യൂഷ്വലി സെറോദയിലൊക്കെ നമ്മൾ, ഏഞ്ചലിലൊക്കെ നമ്മൾ നമ്മുടെ ഫോട്ടോ അവർ ചോദിക്കും. അപ്പൊ നമ്മുടെ ഫോട്ടോ എടുത്ത് അയക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ടിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് ഒക്കെ അയക്കേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെരിഫിക്കേഷന് വേണ്ടി അയക്കുക. അത് കഴിഞ്ഞ് മിക്കവാറും നമ്മുടെ സൈന് അതിൻ്റെ അകത്ത് സൈനിങ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും പ്രോസസ്സാണ്. അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പഠിച്ചാൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഒന്നും പഠിച്ചില്ലെങ്കിലും ഒന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് നമ്മൾ പഠിച്ചു. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ട്രേഡിംഗ് പ്രോസസ്സ് ചെയ്തിട്ടില്ലെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എന്തായാലും വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ്. ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ഇസ് ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുക, അല്ലെങ്കിൽ ഇന്ന് വിറ്റിട്ട് ഇന്ന് വാങ്ങുക. ഫസ്റ്റ് ഒരു ദിവസം ട്രേഡ് ചെയ്യുന്നതാണ് ഡേ ട്രേഡിംഗ് അഥവാ ഇൻട്രാ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. വിത്തിൻ ദ ഡേ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഒരു ഷെയർ വാങ്ങിയിട്ട് ഇന്നൊരു ഷെയർ വിൽക്കാം. ഇപ്പൊ 100 രൂപയുടെ ഷെയർ നമ്മൾ വാങ്ങി, അത് 110 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എന്താ, ഈ 10 രൂപ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇൻട്രാഡേ ട്രേഡിംഗിന്റെ അഥവാ ഡേ ട്രേഡിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ നമ്മൾ വിൽക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ അഥവാ വാങ്ങി വിൽക്കാൻ നമ്മൾ മറന്നു, വിൽക്കാൻ മറന്നാൽ എന്താവും? ഓട്ടോമാറ്റിക്കലി ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെ നമ്മുടെ ഷെയർ വിൽക്കും. അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതിന് സ്ക്വയർ ഓഫ് എന്നൊക്കെ പറയും. നിങ്ങൾ ആ ഇൻട്രാഡേന്റെ ഒക്കെ വീഡിയോസ് ഒന്ന് യൂട്യൂബിൽ കണ്ടാൽ മനസ്സിലാവും. ഇന്ന് വാങ്ങി ഇന്ന് വിറ്റാല്, നമ്മൾ ഇന്ന് അഥവാ വിൽക്കാൻ മറന്നു പോയാല് സ്റ്റോക്ക് മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ താനെ വിൽക്കും. ഏത് പൈസയാണോ ആ പൈസക്ക് വിൽക്കും. അപ്പം ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ അത് കാണിച്ചു തരാം. ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഇന്ന് വാങ്ങി നമ്മൾ ഇന്ന് വിൽക്കണം, അല്ലെങ്കിൽ ഇന്ന് വിറ്റിട്ട് വാങ്ങണം. നിങ്ങൾ ചോദിക്കും എങ്ങനെ വിറ്റിട്ട് വാങ്ങും? ഇൻട്രാഡേ ട്രേഡിംഗിന്റെ സമയത്ത് നമുക്ക് വിറ്റിട്ട് വാങ്ങാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 100 രൂപയ്ക്ക് ഷെയർ വിറ്റിട്ട് വാങ്ങുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? പൈസ കുറഞ്ഞാലല്ലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. വിറ്റിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പൈസ കുറയണം. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? 100 രൂപേന്റെ ഷെയർ വിറ്റിട്ട് 90 രൂപയ്ക്ക് അത് വാങ്ങും. ഓക്കെ, അപ്പൊ എന്താവും? അപ്പൊ നമ്മുടെ ഈ 10 രൂപ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇൻട്രാഡേ ട്രേഡേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ലാഭം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി വാങ്ങിയിട്ട് അത് വിൽക്കും, അതിന്റെ പ്രോഫിറ്റ് എടുക്കും. നേരെ മറിച്ച് മാർക്കറ്റ് കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിറ്റിട്ട് സെല് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് ആ ലാഭം നമുക്ക് എടുക്കാൻ പറ്റും. ഇൻട്രാഡേ ട്രേഡിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. ഓരോ സെക്കൻഡിലും ഞാൻ കാണിച്ചു തരാം, ഓരോ സെക്കൻഡിലും കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. ഹൈ റിസ്ക് ആണ്. നമ്മൾ യൂഷ്വലി ടെക്നിക്കൽ അനാലിസിസ് ചാർട്ട് ഒക്കെ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുക. നമ്മുടെ ടൈമും അറ്റൻഷനും ഒക്കെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം. ഓരോ സെക്കൻഡിനും പൈസ കൂടിയും കുറഞ്ഞിരിക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ അറ്റൻഷൻ വേണം. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ട്രേഡ് ചെയ്യുന്നതാണ്. മീഡിയം ടേമിലേക്ക് ട്രേഡ് ചെയ്യുന്നതാണ് സ്വിംഗ് ട്രേഡ്. റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ യൂസ് ചെയ്യും. കുറച്ച് ടൈമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ. പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് ലോങ് ടേമിലേക്ക് ട്രേഡ് ചെയ്യുന്നതാണ് പൊസിഷൻ ട്രേഡിംഗ്. ഇവിടെ നമ്മൾ ലോങ് ടേമിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭത്തിനൊക്കെ നമ്മൾ കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വരും. റിസ്ക് കുറവാണ്. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി പറഞ്ഞാൽ ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ലോങ് ടേമിലേക്കാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചേ എഫക്ട് ചെയ്യുള്ളൂ. സോ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ട്രേഡിംഗ്: ഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ് ആൻഡ് പൊസിഷൻ ട്രേഡിംഗ്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ കാണിച്ചു തരാം. ട്രേഡ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷനാണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് ഇൻട്രാഡേയും ഒന്ന് ലോങ് ടേമും. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഈ ഡേ ട്രേഡിംഗ്. ലോങ് ടേം എന്ന് പറയുന്നതിലാണ് ഈ 2 കാര്യങ്ങളും ഉൾപ്പെടുന്നത്. ഒരാഴ്ചയൊക്കെ നമ്മൾ വെക്കുന്ന സമയത്താണ് സ്വിംഗ് ട്രേഡിംഗ്. മോർ ദാൻ കുറച്ച് 1 ഇയറിലേക്കൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിന്റെ പൊസിഷൻ ട്രേഡിംഗ് വിളിക്കും. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഇൻ ഷെയർ മാർക്കറ്റ് ഇസ് നത്തിങ് ബട്ട്
ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു എ ബ്രോക്കറേജ് ഫേം ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ്. ഓർഡർ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ള ആ ഒരു ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഓർഡർ ആണ്, മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും. ഈ ലിമിറ്റ് ഓർഡറിൽ തന്നെ സ്റ്റോപ്പ് ഓർഡറും സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡറും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ കറന്റ് മാർക്കറ്റ് പ്രൈസ്, ഈ മൊമെന്റിൽ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് അതിനെ അങ്ങ് സെല് ചെയ്യുന്നതാണ് എന്ത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ മാർക്കറ്റ് ഓർഡറിൽ നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട് പ്രൈസ് നമ്മൾ വിചാരിക്കുന്ന പ്രൈസിൽ തന്നെ നമുക്ക് സെല് ചെയ്തോളാൻ പറ്റിക്കോളണമെന്നില്ല, അല്ലെങ്കിൽ ബൈ ചെയ്തോളാൻ പറ്റിക്കോളണമെന്നില്ല. കാരണം ഇതിങ്ങനെ ഓരോ സെക്കൻഡിലും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ കൊടുക്കും, അവിടെ എത്ര രൂപയ്ക്കാണ് സെല് ചെയ്യേണ്ടത്, എത്ര രൂപയ്ക്കാണ് ബൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അത് പ്രൈസ് കൺട്രോൾ, ഇവിടെ പ്രൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോ സെക്കൻഡും ചേഞ്ച് ചെയ്തുകൊണ്ട്. ഇവിടെ നമുക്ക് പ്രൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് 120 രൂപയാകുമ്പോൾ സെല് ചെയ്യാന്ന് പറയാം, പക്ഷെ 120 രൂപയായിട്ടില്ലെങ്കിൽ എന്താവില്ല, അത് സെല്ലാവില്ല. ഓക്കെ, ദാറ്റ് ഇസ് ലിമിറ്റ് ഓർഡർ. സ്റ്റോപ്പ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഓർഡർ ബിക്കംസ് എ മാർക്കറ്റ് ഓർഡർ വൺസ് ദി സെക്യൂരിറ്റി പ്രൈസ് റീച്ചസ് സ്റ്റോപ്പ് പ്രൈസ്. നമ്മളൊരു പ്രൈസ് കൊടുക്കും, സ്റ്റോപ്പ് പ്രൈസ് ഇന്ന പ്രൈസ് ആയാൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ സെല് ചെയ്യണം അല്ലെങ്കിൽ ബൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസ് കൊടുക്കും, അതാണ് സ്റ്റോപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. ഇത് ഇറ്റ് കമ്പൈൻസ് ദ ഫീച്ചർ ഓഫ് സ്റ്റോപ്പ് ആൻഡ് ലിമിറ്റ് ഓർഡേഴ്സ്. ഈ സ്റ്റോപ്പ് പ്രൈസ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ലിമിറ്റ് കൊടുത്തത് അവിടെ എക്സിക്യൂട്ട് ആകും. മാർക്കറ്റ് പ്രൈസ്, ഈ സ്റ്റോപ്പ് ഓർഡറിൽ മാർക്കറ്റ് പ്രൈസിലാണ് ബൈ ചെയ്യും സെൽ ചെയ്യും ചെയ്യുക, ഇവിടെ ലിമിറ്റ് പ്രൈസിലാണ് സെൽ ചെയ്യും ബൈ ചെയ്യും ചെയ്യും. സോ ദീസ് ആർ ദ മെയിൻ 4 ടൈപ്സ് ഓഫ് ഓർഡേഴ്സ്: മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ഓർഡർ, സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. ഈ 2 ഓർഡേഴ്സുമാണ് യൂഷ്വലി നമ്മൾ മാർക്കറ്റിൽ ബൈ ചെയ്യുമ്പോഴും സെൽ ചെയ്യുമ്പോഴും യൂസ് ചെയ്യാറ്. ആഫ്റ്റർ ദ ലാസ്റ്റ് പാർട്ട്, ഇത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് കാണിച്ചു തരാം. ബ്രോക്കറേജ് ആൻഡ് ടാക്സസ്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒന്നും ആരും നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അഥവാ ബ്രോക്കറേജ് ഫേമിന് സഹായത്തോടു കൂടിയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും അവരെന്ത് നമുക്ക് ചാർജ് ചെയ്യും, കമ്മീഷൻ അഥവാ ബ്രോക്കറേജ് ചാർജ് ചെയ്യും. അപ്പൊ ബ്രോക്കറേജ് ഫീ, ഓരോ ബ്രോക്കേഴ്സിന്റെ ഫീയും ഡിഫറെന്റ് ആണ്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ കയ്യിൽ ഫീ പൊതുവെ കുറവായിരിക്കും. നേരെ മറിച്ച് ഫുൾ സർവീസ് ബ്രോക്കർ എന്താ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ കണ്ടു. ഫുൾ സർവീസ് ബ്രോക്കറേജ് കുറച്ചും കൂടെ പൈസ ചാർജ് ചെയ്യും, കാര്യം അവർ ഒരുപാട് സർവീസ് തരും. നമ്മൾ സെക്യൂരിറ്റി പിന്നെ അതുപോലെ ട്രേഡിംഗ് വോളിയത്തിനനുസരിച്ചും ഓരോ ബ്രോക്കേഴ്സിനനുസരിച്ചും ബ്രോക്കറേജ് ഫീസ് അഥവാ കമ്മീഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ബ്രോക്കറേജ് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ് ബ്രോക്കറേജും ടാക്സും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് പുറമെ നമ്മൾ കയ്യിൽ നിന്ന് ചെലവാകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഇസ് ബ്രോക്കറേജ്. ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അഥവാ ബ്രോക്കേഴ്സ് നമ്മളെ ട്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അവർ വാങ്ങുന്ന കമ്മീഷനാണ് ബ്രോക്കറേജ്. പിന്നെ ഉള്ളത് ടാക്സസ്. ടാക്സസ് ആർക്ക് കൊടുക്കേണ്ടതാണ്? ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ് ടാക്സസ്. അപ്പം ട്രേഡ് ചെയ്യുന്ന സമയത്ത് മെയിൻലി വരുന്ന ടാക്സസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, അതായത് സെക്യൂരിറ്റി ബൈ ചെയ്യുമ്പോഴോ സെൽ ചെയ്യുമ്പോഴോ നമ്മൾ ലെവി ചെയ്യുന്ന ടാക്സ്. ലെവി എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് ഇത് STT എന്ന് പറയുന്നത്. ഓരോ സെക്യൂരിറ്റിക്ക് അനുസരിച്ചും STT വേരി ചെയ്യും. പിന്നെ വരുന്ന ഒരു ടാക്സ് ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. യൂഷ്വലി 18% GST ആണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി, അതായത് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റിനനുസരിച്ച് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതായത് നമ്മൾ പ്രോഫിറ്റിന് മേലെ കിട്ടുന്ന നമ്മൾ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. 2 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അഥവാ STCG, അതായത് ലെസ് ദാൻ 1 ഇയറിൽ 12 മന്തിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്യുമ്പോഴോ സെൽ ചെയ്യുമ്പോഴുള്ള 15% ടാക്സ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ മേലെ നമ്മൾ പ്രോഫിറ്റിന് മേലെ ഇപ്പം 10% ടാക്സ് ആണ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. അതായത് 1 ലക്ഷം കൂടുതൽ, 1 ലക്ഷത്തിന്റെ മേലെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 10% ടാക്സ്. ഇവിടെ പ്രോഫിറ്റ് ലെസ് ദാൻ 1 ഇയർ ആകുമ്പോൾ 15% ആണ് അതിന്റെ മേലെ ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർജസ്, ബ്രോക്കറേജും ടാക്സസ്. സോ ഈ ഇത്രയും കഴിഞ്ഞ് നമ്മുടെ 4th മൊഡ്യൂൾ കഴിഞ്ഞു. വി ഹാവ് സീൻ ട്രേഡിംഗ് പ്രോസസ്, എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഏതൊക്കെ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്, types of orders and brokerage and taxes. So just we'll see ഇത് കൈറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണ്. ഓരോ ബ്രോക്കിംഗ് ഫേംസിനും ഓരോ പ്ലാറ്റ്ഫോംസ്.
ഈ സെറോദയുടെ പ്ലാറ്റ്ഫോമാണ് കൈറ്റ്. ഇതിന്റെ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് കൈറ്റ്. ഇപ്പൊ ഇവിടെ നമുക്കൊരു എക്സാം, നിങ്ങൾക്ക് അറിയുന്ന ഒരു കമ്പനിയാണ് നിഫ്റ്റി 50. നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ആണ്. ഇപ്പൊ നിഫ്റ്റി 50 ഇതാ നോക്കൂ, ഓരോ ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് കണ്ടോ, ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇപ്പൊ നിഫ്റ്റി കണ്ടോ, അതാ 22427 ആയി ഓരോ സെക്കൻഡിലും ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ. റെഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ കുറയുന്നതും ഈ പച്ച സിമ്പിൾ എന്ന് പറഞ്ഞാൽ കൂടുന്നതും. ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു, ഇത് കണ്ടോ മൈനസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പച്ച പ്രോഫിറ്റ് ആണ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടാറ്റ പവർ നോക്കാം. ടാറ്റ പവർ നമ്മൾ വാങ്ങുന്നെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബൈ ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം, സെൽ ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇത് നോക്കിയാൽ നമുക്ക് ഇത് മാർക്കറ്റ് ഡെപ്ത് അനാലിസിസ്, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ ചാർട്ട് കാണാം. ചാർട്ട് ഒന്ന് നമുക്ക് എടുത്താൽ നെറ്റ് കണക്ഷൻ സ്ലോ ആണ് തോന്നുന്നു. ചാർട്ട് നമുക്ക് വിസിബിൾ ചെയ്യാൻ പറ്റില്ല. ഇനിമേ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ ഷോ യു ദ ചാർട്ട്. നമുക്കിപ്പോൾ സപ്പോസ് ടാറ്റ പവർ വാങ്ങണമെങ്കിൽ എങ്ങനെയാണ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്തു, ബൈ ചെയ്യാനുള്ളത് ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ബൈ ചെയ്യാനുള്ളത് ക്ലിക്ക് ചെയ്തു, എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത് കൊടുക്കാം. അപ്പൊ നമുക്ക് 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 100. ഇനി നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാഡേ ആണോ, അതായത് ഡേ ട്രേഡിംഗ്, ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്നതാണോ, അഥവാ ലോങ് ടേം. ലോങ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ തന്നെ, ഇന്ന് തന്നെ വേണമെങ്കിൽ വിൽക്കാം, നാളെ തന്നെ വിൽക്കാം, മറ്റന്നാൾ വിൽക്കാം, മറ്റന്നാൾ വാങ്ങാം. അതാണ് ലോങ് ടേം എന്ന് പറയുന്നത്. അതാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ലോങ് ടേം. അപ്പൊ അത് ആദ്യം ചൂസ് ചെയ്യുക. ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കേണ്ടതാണെങ്കിൽ ഇൻട്രാഡേയും, കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസത്തേക്കോ 1 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഹോൾഡ് ചെയ്യുന്നത് ലോങ് ടേം. ക്വാണ്ടിറ്റി കൊടുക്കുക. പ്രൈസ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് വേണമെങ്കിൽ കൊടുക്കാം. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള പ്രൈസ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, ലിമിറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ പ്രൈസ് കൊടുക്കാം. ഇപ്പൊ 361.9 ആവും. ഇപ്പൊ എത്രയാ, 361.9. അപ്പൊ നമുക്ക് പ്രൈസ് ഇപ്പം 361.10 ആണെങ്കിൽ ബൈ എന്ന് കൊടുത്താൽ 361.10 ആവുമ്പം അതെന്താവും, അത് ബൈ ആവും. വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൽ കൊടുക്കാം, സ്റ്റോപ്പ് ലോസ് ലിമിറ്റിൽ കൊടുക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അതായത് 362 ആകുമ്പോൾ എന്താണ്, അത് താനെ സെല്ലായി പോവും. അപ്പൊ ബൈ അല്ലേ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 362 കൊടുത്താൽ അത് സെല്ലാവും. ഇവിടെ 362 കൊടുത്താൽ നമ്മുടെ ലിമിറ്റ് വർക്ക് ചെയ്യും. അതൊക്കെയാണ് സ്റ്റോപ്പ് ലോസും സ്റ്റോപ്പ് ലോസ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് ഇതാ നമുക്കിപ്പോ 100 ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ എത്ര പൈസ വേണം എന്നുള്ളതാണ് പറയുന്നത്. 36,205. അപ്പൊ നമുക്ക് നേരെ മറിച്ച് അത് ക്വാണ്ടിറ്റി ഒന്നാക്കി നോക്കാം. ഇത്ര പൈസയാണ് വേണ്ടത്. അല്ല, ക്വാണ്ടിറ്റി 11 ആക്കുമ്പോൾ ഇത്ര പ്രൈസ് ആണ് വേണ്ടത്. ക്വാണ്ടിറ്റി ഒന്നാകുമ്പോൾ നമ്മൾ ഇത്ര പ്രൈസ് വേണം നമ്മുടെ കയ്യിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് പറയുന്നത്. നേരെ മറിച്ച് ഇൻട്രാഡേ ആകുമ്പോൾ നമുക്ക് 72 രൂപ മതി. ഇൻട്രാഡേയിൽ പല ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസും ലിവറേജ് കൊടുക്കും. അതൊക്കെ നിങ്ങൾ കൂടുതൽ അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ മതി. അതായത് നമുക്ക് ഇൻറ്റു 5 ലിവറേജ് കൊടുക്കും. നമ്മുടെ കയ്യിൽ 100 രൂപയാണെങ്കിൽ, നമ്മുടെ അക്കൗണ്ടിൽ 100 രൂപയാണെങ്കിൽ 100 ഇൻറ്റു 5 500 രൂപയ്ക്ക് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം. അങ്ങനെ ഇൻട്രാഡേ നമുക്ക് ലിവറേജ്, എല്ലാ പ്ലാറ്റ്ഫോമിലും ഇൻട്രാഡേ ലിവറേജ് തരും. ചില പ്ലാറ്റ്ഫോമിൽ ഇൻറ്റു 10 ആയിരിക്കും. അതായത് 100 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് നമുക്ക് വിൽക്കോ വാങ്ങുകയോ ചെയ്യാം. ഇൻട്രാഡേക്ക് മാത്രമുള്ള സ്പെഷ്യാലിറ്റിയാണ്. ഇത് കണ്ടോ, ഇൻട്രാഡേ വരുമ്പോൾ നമുക്ക് ഒരു ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ ഇത്ര രൂപ മതി, 72 റുപ്പീസ് മതി. നേരെ മറിച്ച് ലോങ് ടേം ആകുമ്പോൾ അതിന്റെ യഥാർത്ഥ വില 362.15 ആണ്. ഇപ്പം 362 കുറഞ്ഞു, 362.15 ആണ് ഇപ്പം നമുക്ക് വേണ്ട പൈസ. ഇൻട്രേഡ് ആവുമ്പം നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് കുറച്ച് പൈസ എക്സ്ട്രാ തരും. അത് ഓരോ പ്ലാറ്റ്ഫോമിലെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്യുക. ഇനി നമുക്ക് സെല് ചെയ്യണമെങ്കിൽ നേരെ മറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് IRCTC റെയിൽവേ സ്റ്റോക്ക് ആണ്. സെല് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. എത്രയാ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ പറയാം. 100 ആണെങ്കിൽ 100, ഇൻട്രാഡേ ആണെങ്കിൽ ഇൻട്രാഡേ കൊടുക്കുക, ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേം കൊടുക്കുക. മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ ജസ്റ്റ് മാർക്കറ്റിന് കൊടുത്തിട്ട് അങ്ങ് സെല് ചെയ്താൽ മതി, താനെ സെല്ലായിക്കോളും. ലിമിറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് പ്രൈസ് നമ്മൾ ഇവിടെ കൊടുക്കുക. എത്ര വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, എന്നിട്ട് സെൽ എന്നുള്ളത് കൊടുക്കാം. സോ ദിസ് ഇസ് ഹൗ യു ബൈ ആൻഡ് സെൽ ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്ക് ചാർട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ചാർട്ട് കാണിക്കുന്നില്ല.
ഓക്കെ. ചാർട്ട് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് കാണിക്കുന്നത്. കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. അത് വെച്ചിട്ട് നോക്കാം. ഇത് കണ്ടോ, ഇത് സമയം ആണ്. ഇപ്പൊ സമയം എത്രയായി? 1 മണിയായി. 1 മണിക്ക് ഇതാ കണ്ടോ, ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. ഈ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്, ഹൈയും ലോ ഒക്കെ വെച്ചിട്ട്. 12:30ക്ക് ഇത്ര രൂപയായിരുന്നു. 12.2 രൂപ ഇത്ര പൈസയായിരുന്നു. പിന്നെ അത് 1 മണിയായപ്പം ഇത് ഇത്ര പൈസയായി. ഓരോ സെക്കൻഡിലും ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. 11:30ക്ക് ഇത്രയായിരുന്നു പൈസ, 11 മണിക്ക് ഇത്ര, 10 മണിക്ക് ഇത്ര. ഓരോ സെക്കൻഡിലും പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചാർട്ട് കാണിച്ചത്. ഇത് കണ്ടോ, ഓരോ സെക്കൻഡിലും മാറി മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും പ്രൈസ്. 590.30 ആയി. ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ചിലപ്പോൾ 590.40 ആയിരിക്കും, അല്ലെങ്കിൽ 590.50 ആയിരിക്കും. ഓരോ സെക്കൻഡിലും ചാർട്ട് മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ. സോ നമുക്കിതിൽ ചാർട്ട് കിട്ടുന്നില്ല. യൂഷ്വലി നമ്മൾ ഈ ചാർട്ടിന്റെ ഈ ഒരു പാറ്റേൺ ക്ലിക്ക് ചെയ്താൽ ചാർട്ട് വരേണ്ടതാണ്. എനിക്കത് നെറ്റ് കണക്ഷന്റെ കുറച്ച് പ്രശ്നമായിരിക്കും മേ ബി. ഓക്കെ. ഇപ്പോൾ 590.40 ആയി. അപ്പോൾ ഓരോ സെക്കൻഡിലും എന്താണ് പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്ത് ചാർട്ട് വേണമെങ്കിൽ നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വേണമെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് വേറെ പഠിച്ച പ്രൈസ് ചാർട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ കൈൻഡ് ഓഫ് പ്രൈസ് ചാർട്ട് വേണമെങ്കിൽ പ്രൈസ് ചാർട്ട് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചാർട്ട് ഇങ്ങനെ എടുത്തു കൊടുത്താൽ, ഓരോന്നും എടുത്തു കൊടുത്താൽ ഇത് ആ നെറ്റ് നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. So this is all about the buying and selling process in a stock market. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ സമയത്തും ഒന്ന് ജസ്റ്റ് പറ്റുന്ന ടൈമിൽ കണ്ട നിഫ്റ്റി ഇതാ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സെൻസെക്സ്, BSEയുടെ സെൻസെക്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നേരെ മറിച്ച് ഈ ഷെയർസ് എല്ലാം, കായ് കെമിക്കൽസ്, ടാറ്റ പവർ ഒക്കെ കുറച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ സെക്കൻഡിലും മാറി മറിയുന്നത് കണ്ടോ, പ്രൈസ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ദിസ് ഇസ് എ ട്രേഡിംഗ് പ്രോസസ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, 1-2 ട്രേഡ് ഒക്കെ എടുത്ത് നോക്കുക. അല്ലെങ്കിൽ ട്രേഡിംഗ് യൂട്യൂബിലൊക്കെ ഉണ്ടാവും, എങ്ങനെയാണെന്ന് ജസ്റ്റ് കണ്ട് നോക്കിയിട്ട് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഡു കോൺടാക്ട് മീ at any point of time. Thank you.